ഇവിടെ ഒരാൾ ഹോസ്പിറ്റലിൽ കണ്ണു തുറക്കുമ്പോൾ ഷോക്ക് ആവുന്നു. കാരണം അയാൾക്ക് അയാളുടെ കൈക്ക് പകരം ഒരു സോംബിയുടെ കൈ ഓപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അയാൾ അത് കണ്ട് പേടിച്ച് അത് എന്റെ കൈയല്ലെന്ന് പറയുമ്പോൾ അയാളുടെ കാറിൽ നിന്ന് ആ കൈയാണ് കിട്ടിയതെന്ന് ഡോക്ടർ പറയുന്നു. ആക്ച്വലി ഇയാളെ ചേസ് ചെയ്തപ്പോൾ ഒരു സോംബിയുടെ കൈ കട്ടായി അയാളുടെ കാറിനകത്ത് വീഴുന്നു. ഇപ്പോൾ ആ കൈ ഓട്ടോമാറ്റിക്കായി ഹാൻഡ് കഫ് കട്ട് ചെയ്ത് കൺട്രോൾ ഇല്ലാതെ അവിടെയുള്ള എല്ലാവരെയും കൊല്ലാൻ തുടങ്ങുന്നു. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നവർ അവന് സെഡേഷൻ കൊടുത്തു മയക്കുന്നു. അതേസമയം ആ കൈയുടെ ഓണറായ സോംബി ലീഡറിന് ഇവന്റെ കൈ ഫിക്സ് ചെയ്യുന്നതിനായി കൊണ്ടുവരുന്നു. ആ കൈ അടുത്തേക്ക് കൊണ്ടുപോയതും ഒരു കറുത്ത പുകയുണ്ടായി അത് ആ സോംബി ലീഡറിന്റെ ബോഡിയിൽ ഓട്ടോമാറ്റിക്കായി അറ്റാച്ച് ആവുന്നു. അത് കണ്ട് സാറ്റിസ്ഫൈ ആയ സോംബി ലീഡർ അവന്റെ സൈന്യത്തെ ഉണർത്തുന്നതിനായി വേൾഡ് വാർ സെമിത്തേരിയിലേക്ക് പോകുന്നു. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ബോഡീസ് വളരെയധികം പഴക്കമുള്ളതായതുകൊണ്ട് അയാൾക്ക് അവരെ ഉണർത്താൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവന്റെ ശ്രദ്ധ ജീവനോടെ ഇരിക്കുന്നവരുടെ നേരെ തിരിയുന്നു. അപ്പോൾ ഒരു പാസ്റ്റർ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. പക്ഷേ സോംബി ലീഡർ അവിടെയുള്ളത് അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നില്ല. അതിനുശേഷം ആ സോംബി ലീഡർ അദ്ദേഹത്തിന്റെ ശരീരത്ത് കൈവയ്ക്കുന്നു. ഉടനെ ആ പാസ്റ്റർ അയാളുടെ വിശ്വസ്തനായ സേവകനായി മാറുന്നു. അതേസമയം ആശുപത്രിയിൽ ഇവൻ കണ്ണു തുറക്കുന്നു. നോക്കുമ്പോൾ ആ സോംബി ലീഡർ ചെയ്യുന്നതെല്ലാം ഇവന് വിഷ്വൽസ് ആയി കാണാൻ സാധിക്കുന്നു.